പാപത്തിന്റെ അടിമയിൽ നിന്ന് ദൈവത്തിന്റെ അടിമയിലേക്ക് ഓരോ മനുഷ്യനും പാപത്തിന്റെ അടിമത്തത്തിലാണ് ജനിക്കുന്നത്. ഇതിനർത്ഥം ചങ്ങലകളോ തടവറകളോ അല്ല, മറിച്ച് ആഴമേറിയ ഒരു അടിമത്തമാണ്, ദൈവത്തിനെതിരെ മത്സരിക്കാനും സ്വാർത്ഥ വഴികൾ പിന്തുടരാനുമുള്ള ഹൃദയത്തിന്റെ സ്വാഭാവിക ആഗ്രഹം. പാപം വഞ്ചനാപരമാണ്. അത് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ നാശത്തിലേക്കും കുറ്റബോധത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു. റോമർ 6:16 ബൈബിൾ പറയുന്നു, നിങ്ങൾ അനുസരിക്കുന്നവന്റെ അടിമകളാണ്, മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകളായാലും നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകളായാലും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഒരു പോംവഴിയുണ്ട്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാനും അവൻ മരിച്ചു. നാം അവനിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നാം ഇനി പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ല, നാം ദൈവത്തിന്റെ അടിമകളാകുന്നു. അത് കഠിനമായി തോന്നാം, പക്ഷേ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയാണ്. ദൈവത്തിന്റെ അടിമയായിരിക്കുക എന്നതിനർത്ഥം നാം ഇപ്പോൾ അവന്റെ കൃപയ്ക്കും സ്നേഹത്തിനും മാർഗനിർദ്ദേശത്തിനും കീഴിൽ ജീവിക്കുന്നു എന്നാണ്. നാം ഇനി ലജ്ജ, ആസക്തി, ഭയം എന്നിവയാൽ ബന്ധിതരല്ല. റോമർ 6:22 പറയുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന്റെ അടിമകളായി തീർന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധിയിലേക്കും അതിന്റെ ഫലം നിത്യജീവനിലേക്കും നയിക്കുന്നു. ഈ പുതിയ ജീവിതം പൂർണ്ണതയെക്കുറിച്ചല്ല, മറിച്ച് പരിവർത്തനത്തെക്കുറിച്ചാണ്. ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയവും പുതിയ ലക്ഷ്യവും നൽകുന്നു, അവനെ സേവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അവന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുക, ദൈവത്തിന്റെ അടിമയായിരിക്കുക, എന്നാൽ സന്തോഷത്തിലും സമാധാനത്തിലും നീതിയിലും നടക്കുക എന്നാണ്. അത് അടിമത്തമല്ല, മറിച്ച് ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യമാണ്.